ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ആശുറയിന്റെ അന്ന് 1000 വട്ടം. ആ വർഷം ഒരുപാട് ഖൈറുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത്ര നല്ല നിങ്ങൾ ചിരിക്കും പോലെ അല്ല സംഗതി. ഇതിന്റെ രഹസ്യം ഞാൻ മുഴുവനാണ് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളിപ്പോവും. പിന്നെ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഖൈറില്ല, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. മുഹറം 10 1000 തവണ ഒരാൾ ലഖദ് ജാഅകും എന്ന ആയത്ത് പൂർത്തിയാക്കിയാൽ അയാൾക്ക് ആ വർഷം ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഖൈർ അറ്റല്ല. ആ വർഷം അയാൾക്ക് കണ്ണീർ ബാധിക്കുകയില്ല, ആ വർഷം അയാൾക്ക് സിഹർ ബാധിക്കുകയില്ല, ആ വർഷം അയാൾക്ക് ദുർമരണം സംഭവിക്കുകയില്ല. മനസ്സിലായില്ല? അതായത് ഈ ആശുറായിനെ ഈ ആയത്ത് 1000 തവണ ഓടുന്നവർക്ക് ലഭിക്കുന്ന രഹസ്യ വിജ്ഞാനങ്ങളെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോകും. ആ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഖൈറില്ല. നമ്മളൊരു ഖുർആന്റെ പണിയെടുക്കുമ്പോൾ ചില രഹസ്യ വിജ്ഞാനങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് തുറന്നു കിട്ടും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഈ രാത്രികളിൽ ഈ പകലുകളിൽ 1000 തവണ ഒരു ദിവസം ചൊല്ലിയാൽ നല്ലത്. കുറയുന്നതിന് വിരോധമല്ല, പക്ഷേ ഞാനൊരു അത്രയും പ്രധാനപ്പെട്ട ദിക്റാണ് ഈ സമയത്ത്. ആര് ചൊല്ലി? എല്ലാ നബിയും ചൊല്ലി. എല്ലാ നബിയും. ഒന്ന് ആദം. ഈ സമയത്ത് ഈ ദിക്ർ ചൊല്ലിയ ഒരാൾ സയ്യിദുനാ ആദം. എല്ലാ നബിയും ചൊല്ലിയിട്ടുണ്ട്. ഒന്ന് എല്ലാ നബിയും ചൊല്ലിയതാണ് ഈ സമയത്ത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു യൂനുസ്. ഒരു അഭിപ്രായം 40 ദിവസം, അതാണ് പ്രധാന അഭിപ്രായം. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് ദുൽഹജ്ജ് 1-ന്, രക്ഷപ്പെട്ടത് മുഹറം 10-ന്. അപ്പോൾ 40 ദിവസം. ഇരുട്ടിൽ വിളിച്ചു പറയേണ്ടി വന്നു. ഇരുട്ട് എന്ന് പറഞ്ഞാൽ അലയാഴി ഇരുട്ടാണ്. പിന്നെ മത്സ്യത്തിന്റെ വയറ്. അപ്പോൾ ഇരുട്ടിന്റെയും ഇരുട്ട്. സമുദ്രത്തിന്റെ ഇരുട്ടിനെ പറ്റി പറഞ്ഞ ആയത്ത് ഇങ്ങനെയാണ്: ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها. സമുദ്രത്തിന്റെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇരുട്ടാണ്. അലയാഴി. നടുക്കടൽ എന്ന് പറഞ്ഞാൽ കറുകറുത്ത വെള്ളമാണ്. തൊട്ടടുത്ത് മേഘം ഇങ്ങനെ നിൽക്കും. പിന്നെ അലയാഴി, വെള്ളം തന്നെ കറുപ്പ്, പിന്നെ അതിനടിയിൽ ഇരുട്ട്, പിന്നെ മത്സ്യത്തിന്റെ ഇരുട്ട്. അതിനുള്ളിൽ ഇരുന്നു 40 ദിവസം. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات. ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നു. എന്താ ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നത്? അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങളെ ഒരു സെക്കൻഡ് അതൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഒന്ന് അലയാഴി എന്ന് പറഞ്ഞാല് വല്ലാത്ത കോച്ചുന്ന തണുപ്പാ.
വെള്ളത്തിൽ തൊട്ടുപോയാൽ ആ സമയത്ത് ഐസായി പോകും. അത്രയും നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും മരവിപ്പുള്ള തണുപ്പാണ് എവിടെ? കടലിനടിയിൽ ഭയങ്കര തണുപ്പാണ്. എന്നിട്ട് മത്സ്യത്തിന്റെ വയറ് അവിടെ 40 ദിവസം ഒരു മനുഷ്യൻ കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടായില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ചിന്തിക്കുക. എന്തുകൊണ്ട്? അയാളുടെ നാവിൽ ഒരു വാക്കുണ്ടായിരുന്നു. എന്ത്? فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. يا الله വല്ലാത്തൊരായത്താണ്. فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തിന് കിട്ടി ഇല്ലെങ്കിൽ ലനുബിദ അദ്ദേഹത്തെ എറിയപ്പെടേണ്ടതായിരുന്നു ബിൽ അറാഇ ഏതെങ്കിലും ശൂന്യമായ കടൽക്കരയിൽ വഹുവ മദ്മൂം നിന്ദനായി. സൂറത്തുൽ ഖലം ആദ്യം ഓതിയ ആയത്ത് സൂറത്തുൽ അംബിയ, ഇപ്പോൾ ഓതിയത് സൂറത്തുൽ ഖലം. ഖലമിന്റെ ലാസ്റ്റ് ഉണ്ട് ആയത്ത്. فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. ഫലൗലാ അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി, ആ നിഅമത്ത് അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ലനുബിദ അദ്ദേഹത്തെ എറിയപ്പെടേണ്ടതായിരുന്നു ബിൽ അറാഇ ഏതെങ്കിലും ശൂന്യമായ കടൽക്കരയിൽ വഹുവ മദ്മൂം നിന്ദനായി. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ലഭിച്ചു. ആ നിഅമത്ത് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിൽ അയാൾ നിന്ദനായി എറിയപ്പെടേണ്ടതായിരുന്നു. ഏതാ നിഅമത്ത്? അങ്ങനെ പറഞ്ഞേക്ക്. എന്താ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതാ നിഅമത്ത്. ആ നിഅമത്ത് അദ്ദേഹം അങ്ങോട്ട് രാവും പകലും നാവിലും ചുണ്ടിലും അങ്ങോട്ട് ഉപയോഗപ്പെടുത്തി. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിൽ ശൂന്യമായ കടൽക്കരയിൽ നിന്ദനായി അയാൾ എറിയപ്പെടേണ്ടതായിരുന്നു. നുബിദ എന്ന വാക്കാണ് അതിനെ ഖുർആൻ കൊണ്ടുവന്നത്. സത്യത്തിൽ എറിയുന്നതിനെ നുബിദ എന്നല്ല പറയുക, റുമിയ എന്നാണ്. ഞാൻ അല്പം ഗ്രാമർ പറയാം, നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഇരിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എറിയപ്പെടേണ്ടതായിരുന്നു എന്നതിന് അറബിയിൽ പറയേണ്ട വാക്ക് നുബിദ എന്നല്ല, റുമിയ എന്നാണ്. പിന്നെ നുബിദ എന്ന് പറഞ്ഞത് നബ്ദ് റമിയ എന്ന 2 ഏറിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ മുന്നിലിരുന്ന് ഒരാൾ ഉറങ്ങുന്നുണ്ടെന്ന് സങ്കല്പിക്കണമെന്നില്ല. ചില ആളുകളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവനെ നോക്കിയിട്ട് കണക്കാക്കിയിട്ട് മുന്നിലിരുന്ന് ഒരുത്തൻ ഉറങ്ങുന്നുണ്ടെന്ന് സങ്കല്പിക്കൂ. ഞാൻ അവനെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഒറ്റ എറിഞ്ഞാൽ അതിന് റുമിയ എന്ന് പറയും. അതായത് കൃത്യത നോക്കി എറിയുക, അതിന് റമിയ എന്ന് പറയും. എന്നാൽ ഒരാൾ ബീഡി ചുണ്ടിൽ വെച്ച് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരസി കത്തിച്ച് സിഗരറ്റിന് തീ കൊടുത്ത് ഇതിന് നുബിദ എന്ന് പറയും. ഭയങ്കര എവിടെ ചെന്ന് വീണാലും വേണ്ടില്ല. അവസാനം ബീഡി ആഞ്ഞാഞ്ഞ് വച്ച് കൈ പൊള്ളുമെന്നാവുമ്പോ സിഗരറ്റിന്റെ കുറ്റിയെറിയും. അതും റുമിയല്ല, നുബിദ. നിസ്സാരമായി എറിയുക. എന്ന നരകത്തിലേക്ക് മനുഷ്യനെ അലക്ഷ്യമായി എറിയുക. ഏതെങ്കിലും കടൽക്കരയിൽ അലക്ഷ്യമായി അയാളെ എറിയപ്പെടേണ്ടതായിരുന്നു. ഒരു നിഅമത്ത് അയാൾ ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതാ നിഅമത്ത്?
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധൻ. ഞാനോ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമി. നീ പരിശുദ്ധൻ, ഞാൻ അക്രമി. അങ്ങനെ പറയുന്നത് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അടിമയുടെ നിസ്സാരത്വത്തെ അംഗീകരിക്കുക, അടിമ ഉടമക്കാരനെ മഹത്വപ്പെടുത്തുക അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അവസാനത്തെ പൂർണ്ണാധ്യായം സൂറത്തുൻ നസ്റാണ്. പുണ്യ നബിയോട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും തന്നെ നിസ്സാരപ്പെടുത്താനുമാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇരിക്കണം. അവസാനത്തെ പൂർണ്ണാധ്യായം ഏതാ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അവസാനത്തെ പൂർണ്ണാധ്യായമാണ് ഈ അധ്യായം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൂർണ്ണാധ്യായം ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. ഖുർആനിൽ പിന്നെ ഒറ്റപ്പെട്ട ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ പൂർണ്ണാധ്യായം സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ ഓത് എന്റെ കൂടെ ഓത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അതിന്റെ അവസാനത്തെ കൽപ്പന കണ്ടോ? ഫസബ്ബിഹ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധനാക്കുക. ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ പ്രശംസിക്കുക. വസ്തഗ്ഫിർഹു, നീ അല്ലാഹുവിനോട് താങ്കൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. അതായത് അല്ലാഹുവിനെ വണ്ണപ്പെടുത്താനും മഹത്വപ്പെടുത്താനും താൻ പൊറുക്കലിനെ തേടുമ്പോൾ തന്നെ നിസ്സാരപ്പെടുത്താൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്താ അർത്ഥം? അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. ബിഹംദി റബ്ബിക, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ പ്രശംസിക്കുക. വസ്തഗ്ഫിർഹു, താങ്കൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. താങ്കൾ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ താങ്കൾ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരപ്പെടുക, അള്ളാഹുവിനെയോ മഹത്വപ്പെടുത്തുക. ഇതന്നെയാണ് എന്ത്? എന്താ ഇരുന്ന് ഉറങ്ങണത്? വന്നിട്ട് ഉറങ്ങാനുള്ള നേരായിട്ടില്ലല്ലോ. ഇത് തന്നെയാണ് എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നല്ല ഉഷാറിലിരുന്നാൽ ഞാൻ കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഇത് രഹസ്യ വിജ്ഞാനാണ് ഈ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ എല്ലാവരും ചെയ്യേണ്ട ദിക്റാണ്. 1000 വട്ടം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യുക. അതൊക്കെ എളുപ്പമാണ്, അതൊക്കെ ഈസിയാണ്. 1000 തവണയൊക്കെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. ഇതിനെ അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ എന്തെന്നാ പറഞ്ഞത്? ഈ വാക്കിനെ അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ എന്തെന്നാ പറഞ്ഞത്? അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത്. നിങ്ങൾ ഉറങ്ങി. ഒരു മഹാ നിഅമത്ത് യൂനുസിന് ലഭിച്ചു. ആ നിഅമത്തിനെ യൂനുസ് ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ കടൽക്കരയിൽ നിന്യനും ശൂന്യമായ കടൽക്കരയിൽ നിന്യനായി അലക്ഷ്യമായി യൂനുസിനെ എറിയപ്പെടേണ്ടതായിരുന്നു. ഒരു നിഅമത്ത് ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതാ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് നിഅമത്ത് എന്ന് സൂറത്തുൽ അംബിയായിലുണ്ട്. ആദ്യം ഓതിയത് സൂറത്തുൽ അംബിയാ, പിന്നെ ഓതിയത് സൂറത്തുൽ ഖലം. രണ്ടും യൂനുസാണ് അലൈഹിസ്സലാം. ശ്രദ്ധിക്കേ. അപ്പോൾ ഇത് രാവും പകലും തന്നെ, അതായത് മനസ്സിൽ വെക്കുക, നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിനെ ചിന്തിക്കാനും അള്ളാഹുവിനെ പറയാനും മാത്രമാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. അതാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മളൊക്കെ കുറ്റവാളികളാണ്. എന്താ കുറ്റം? കുറ്റം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചിന്തയിൽ വീഴ്ച വരുത്തിൽ തന്നെ കുറ്റമാണ്. ഈ കുറ്റം എന്ന് പറഞ്ഞാല് പല സൈസ് കുറ്റുണ്ട്. നല്ലൂർക്ക് നിസ്സാരം കുറ്റാണ്. ഇപ്പൊ പള്ളിയിലേക്ക് ഇടതുകാല് വെച്ച് കയറിയെന്ന് സങ്കല്പിക്ക്. നല്ലൊരു മനുഷ്യന് ആ ദിവസം മുഴുവനും വിഷമിക്കും. നല്ലോന്, മോശപ്പെട്ടവന് ഒരാളെ കൊന്നാൽ പോലും വിഷമായി തോന്നൂല. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട് എന്ന് പറയഷ്ട, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയഷ്ട.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ കുറ്റവാളികളാണ്. നമ്മൾ കുറ്റവാളിയനാ. എന്താ കുറ്റം? നമ്മളെ ഏൽപ്പിച്ചതിൽ നിന്ന് പുറകോട്ട് പോവാ. എന്തിനാ ഏൽപ്പിച്ചത്? സദാസമയവും ആരുടെ ചിന്തയിലാവുക? അല്ലാ. ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യരെ, കക്കൂസിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഉഫ്രാനക അൽഹംദു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്താ? വയറ്റ് നോക്കുന്നത് ഹറാമാണോ? മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ കളമശ്ശേരിക്കാരെ ഇവിടെ ഇല്ലപ്പോ. നിങ്ങൾ ആദ്യം ഒന്നും ഉണ്ടാവുക, നീ ഒന്നും ഉണ്ടാവുക. എടോ, കക്കൂസ് നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയുന്നത് ആദ്യം ഉഫ്രാനക അൽഹംദു, പടച്ചോനെ പുറത്തേരണേ, നിനക്കാണ് സർവസ്തുതിയും. എവിടെയും അൽഹംദുലില്ല. കക്കൂസ് നിറങ്ങിയാൽ ഉഫ്രാനക. എന്താ? മൂത്രിക്കുന്നത് ഹറാമാണോ? പുറത്തേരണേന്നറിയാൻ വയറ്റിൽ ഉള്ള വൃത്തികേട് കളയുന്നത് ഹറാമാണോ? ഒന്ന് പറ ഇഷ്ടന്മാരെ. പിന്നെന്തിനാ കക്കൂസ് നിറങ്ങി വരുമ്പോൾ പുറത്തേരണേന്ന് പറഞ്ഞത്? കുറച്ച് നേരം അള്ളാഹു എന്ന ചിന്ത അവിടെ പാടില്ല. അപ്പോൾ നമ്മുടെ സമയത്തിൽ നിന്ന് കുറഞ്ഞ സമയം അള്ളാഹിന്റെ ചിന്ത ഒഴിവാക്കേണ്ടി വന്നു. കുറ്റാണത്. കുറ്റമല്ലെങ്കിലും കുറ്റമാണ്. കുറ്റം അല്ലെങ്കിലും കുറ്റമാണ്. കുറ്റല്ല എന്നാ കുറ്റാണ്. എന്നാ കുറ്റാണോ? കുറ്റല്ല എന്നാ കുറ്റമല്ലേ? ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആളുടെ പൊസിഷൻ അനുസരിച്ച് കുറ്റത്തിന്റെ അളവിൽ വ്യത്യാസം വരും. വലഭാഗത്തേക്ക് തുപ്പിയാൽ സ്വാലിയായ മനുഷ്യൻ അത് വിഷമാണ്, സൈക്കൂലാണ്. കാരണം റഹ്മത്തിന്റെ മലക്കൾ ഇരിക്കുന്ന ഭാഗമാണ്. അന്നത്തെ ദിവസം പോയി. എന്നാൽ ആയുസ് മുഴുവൻ തുപ്പിയത് എവിടേക്കെന്ന് ചിന്തിക്കാത്തവരുണ്ടാവും. അവന് വലഭാഗത്ത് ഇരുന്നിട്ട് മൂത്രിച്ചാലും കാട്ടിച്ചാലും പ്രശ്നമാകൂല. തുപ്പുന്ന പിന്നല്ലേ. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ ആരാ? നമ്മൾ ഒരു നിലക്ക് ജിബ്രീലിന്റെ മേലെയാ അലൈഹിസ്സലാം. നമ്മൾ ജിബ്രീലിന്റെ മേലെയാ. എന്തുകൊണ്ട്? ഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ് അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബി. ഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ കളമശ്ശേരിയിലോ മുത്തേടത്തോ കാലത്തേതെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ജീവിക്കുന്ന, ഏത് കാലത്തും ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ അഅ്ളമു, മഹാസ്ഥാനമാണ്, മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബീൻ, ഒരു മുഖറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ, മുഖറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമാണ്. ആരുടെ സ്ഥാനം? പറ ആരുടെ സ്ഥാനം? ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം. അപ്പോൾ പിന്നെ അവന് വല്ലാത്ത വിഷയമാണ്. ചെറിയത് സംഭവിച്ചാൽ പോലും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറ്റവാളികൾ തന്നെയാണ്. നമ്മൾക്ക് അള്ളാഹു കൽപ്പിച്ച സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ കുറ്റം. ലാ ഇലാഹ. പറ എന്താ കുറ്റം? കുറ്റം ഇത് തന്നെ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഹറാമ് ചെയ്തതോ അതൊന്നും പറയുന്നില്ല. ഇത് തന്നെ കുറ്റം. നമ്മുടെ സ്ഥാനം എന്താ? നമ്മൾ ആരാ? له منابر من نور وهم يجلسون عليها والناس في الحساب. ശിരസ് മുതൽ കാൽപാദം വരെ പ്രകാശിച്ചുകൊണ്ടാണ് മുഅ്മിൻ ഖബറിൽ നിന്ന് എണീക്കുക. اللهم اجعلنا منهم 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 بمحض فضلك يا اكرم الاكرمين ويا اجود الاجودين ويا ارحم الراحمين. ശിരസ് മുതൽ കാൽപാദം വരെ പ്രകാശിച്ചുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ നീക്കുന്നത്. സ്ഥാനം എത്രയാ ഞങ്ങൾ വിചാരിച്ച്? എന്തെങ്കിലും വിചാരിച്ചത്? പ്രകാശം അങ്ങനെ ഖബറിൽ നിന്ന് എണീറ്റ് മഹ്ശറിലേക്ക് ഓടും. ആര്? മുഅ്മിൻ. കേൾക്കണേ. മറ്റവൻ ഒരു ഇതികർത്തവ്യ മൂഢനെ പോലെ നിൽക്കും. ആര്? മുനാഫിഖും ഫാസിഖും കാഫിറും. അല്ലാഹു അവരെ കൂട്ടത്തിലോട്ട് നമ്മളെ കാക്കട്ടെ. ഈ ഓടുന്നതിനെ ഖുർആൻ ഒരു സ്ഥലത്ത് വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? ഓടുന്നത് മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റിട്ട് മുഅ്മിൻ ഓടുന്നതിനെ ഖുർആൻ വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന യദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. ഇങ്ങനെ പ്രകാശഗോളങ്ങൾ, പ്രകാശം ഇങ്ങനെ ഓടുന്നത് പോലെ
നോക്കി നിൽക്കുന്ന ഒരാൾക്ക് തോന്നും ഒരു പ്രകാശം ഒരു കൊള്ളിയാൻ മിന്നിയോ. ഒരു പ്രകാശം ഇങ്ങനെ ഓടും, ഖബറിൽ നിന്ന് ഇങ്ങനെ ഓടും പ്രകാശം. ആരാണ് ഈ ഓടുന്നത്? മുഅ്മിൻ. അവന്റെ ഇവിടെ മുതൽ ഇവിടം വരെ പ്രകാശിക്കാണ്. അങ്ങനത്തെ സ്ഥാനമില്ലേ? അതിനോട് നമ്മൾ താതാത്മ്യപ്പെടണ്ടേ? ആ സ്ഥാനത്തിന് നമ്മൾ അതിനെ വില കൽപ്പിക്കാതെ നമ്മൾ ചെയ്തതെല്ലാം കുറ്റല്ലേ? ആ സ്ഥാനത്തിരിക്കുമ്പോൾ കമ്പനിയുടെ മാനേജറായിട്ട് 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം അവന് കായലരികത്തെ പാട്ടും പാടി പേടി കുറ്റി വിളിച്ച് നടക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയിഷ്ടന്മാരെ, മനസ്സിലായോ? ഒരു കമ്പനിയുടെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ട് നിൽക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട മാനേജർ അടുത്ത കടയിൽ പോയി ഇരുന്ന് ആ കൊഴിഞ്ഞ കസേരയിൽ ഇരുന്നിട്ട് ഒരു ബോണ്ടയും ചായയും കുടിച്ച് കായലരികത്ത് പാട്ടും പാടി ഇരിക്കാൻ പറ്റുമോ? എന്നാ ബോണ്ട തിന്നുന്നത് ഹറാമാണോ? പറ, ആണോ? അല്ല. ഇത് ഇവന്റെ അവസ്ഥയോട് യോജിക്കൂല. ഇവന്റെ ചിന്തയിൽ സദാസമയവും കമ്പനി ആയിരിക്കണം. പ്രത്യക്ഷത്തിൽ അവനൊരു പണിയും ഉണ്ടാവില്ല, എന്നാൽ അവിടെയുള്ള എല്ലാ പണിയും ഇവന്റെ തലേന്നായിരിക്കും. ഇവൻ AC റൂമിൽ ഇരിക്കുമ്പോഴും ഇവന്റെ തലയിൽ ചൂടായിരിക്കും. മറ്റേ തൊഴിലാളി വൈകുന്നേരം 600 രൂപ വാങ്ങുന്ന തൊഴിലാളി വെയിലത്ത് പണിയെടുക്കുമ്പോഴും അവന്റെ മനസ്സിൽ തണുപ്പായിരിക്കും. കാരണം ഇവൻ അത്ര വലിയ സ്ഥാനമുള്ളവനാണ്, വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തോട് അടുക്കാതിരിക്കൽ തന്നെ കുറ്റാണ്. അപ്പോൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കുറ്റവാളിയാണ്. മരിക്കാൻ നേരത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് മരിക്കാൻ നേരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെന്ന് നോക്കിയപ്പോൾ കരയുകയാണ്. കരയന്നെ. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ പറഞ്ഞ്, ഞാൻ എൻ്റെ ദോഷം ഓർത്ത് കരയുകയാണ്. എന്താ ദോഷം? ഒരു ദോഷമില്ല. പിന്നെന്താ? ഒരു സെക്കൻഡ് അല്ലാഹു എന്ന ചിന്ത വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കത് ദോഷമാണ്. ചിന്തിക്ക്. അപ്പോൾ ഈ മുഹറമിന്റെ ഈ സന്ദർഭത്തിലെ ഉപയോഗപ്പെടുത്തണം. എല്ലാ നബിമാരും ഈ സമയത്ത് ചൊല്ലിയതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പാഠം നമ്പർ 1. പാഠം നമ്പർ 2. എല്ലാ ദിവസവും ആ വർഷത്തെ മൊത്തം റഹ്മത്തിന് വേണ്ടി 1000 തവണയെങ്കിലും അള്ളാഹുവോട് യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. വെറുതെ ചൊല്ലുക, ഒന്നും വേണ്ട. അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്ക്. يا أرحم الراحمين 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 يا أرحم الراحمين. ഇങ്ങനെ ചൊല്ലുക. 1000 വട്ടെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടം, വല്ലാത്ത ഇഷ്ടം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം റഹ്മത്താണ്. ഒരു വർഷത്തിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ അടിമക്ക് ആവശ്യം റഹ്മത്താണ്. ഉടമക്കാരൻ നൽകുന്നതും റഹ്മത്താണ്. റഹ്മത്തിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയൂല. റഹ്മത്തിന് എന്താ അർത്ഥം പറയേണ്ടത് എനിക്കറിയൂല. നമ്മൾ ചില അർത്ഥങ്ങൾ കണ്ടെത്തിയ പിന്നെ തിരുത്തും. അങ്ങനത്തെ ഒരു പദമാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റഹ്മത്ത്. റഹ്മത്തിന്റെ അർത്ഥം കരുണ എന്നാണോ? അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? കരുണ അർഹിക്കാത്തവർക്കും റഹ്മത്ത് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ റഹ്മത്ത് എങ്ങനെ കരുണയാവുക? നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടായാൽ പോരാ, മനസ്സുണ്ടാവണം. അതായത് ഇബ്ലീസിന് അള്ളാഹു റഹ്മത്ത് നൽകും. റഹ്മത്ത് കൊണ്ടാണ് ഇബ്ലീസ് ജീവിക്കുന്നത്. ആരുടെ റഹ്മത്തുണ്ട്? അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് ആർക്കും റഹ്മത്ത് ചെയ്യും. പറ ഇബ്ലീസും. എന്നാൽ അവൻ കരുണ അർഹിക്കുന്നുണ്ടോ?
ഇല്ല. അപ്പോൾ റഹ്മത്തിന്റെ അർത്ഥം എനിക്കറിയില്ല. റഹ്മത്ത് സമം റഹ്മത്ത്, അതിന് അർത്ഥം ഉണ്ടാവില്ല. ചിലതിനൊന്നും നമ്മൾ വിചാരിച്ച അർത്ഥമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയലാവും നല്ലത്. അങ്ങനെയാണ് നമ്മൾ ഈ ആധാരം എഴുത്തേര് വസിയത്ത് എന്ന് പറയും. സത്യത്തിൽ വസിയത്ത് എന്ന അറബി പദം ലോപിച്ചാണ്. മനസ്സിലായില്ലേ? അതിന് കൃത്യമായൊരു മലയാള പദം ഇല്ലാത്തതുകൊണ്ട് അവരും കൊണ്ടുവന്നിട്ട് എന്താക്കിയത് വസിയത്തിനാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആധാരം നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളെ നാട്ടിൽ ആധാരങ്ങളുണ്ടാ? പഴയ കാലത്തെ ആധാരം, പഴയകാലം ഒക്കെയുള്ള പഴയ ആധാരങ്ങളിൽ കാണാം വസിയത്ത് എന്ന് എഴുതും ഈ ആധാരം എഴുത്തുകാർ. എന്തുകൊണ്ട്? വസിയത്ത് എന്ന അറബി പദത്തിന് കൃത്യമായ ഒരു മലയാള പദം ഇല്ല. അപ്പതും അങ്ങനെ തന്നെയാണ് മലയാളീകരിച്ചു. എന്നതുപോലെ റഹ്മത്ത് സമം റഹ്മത്താണ്. റഹ്മത്തിന്റെ അർത്ഥം അറിയില്ല. അത് കരുണയാണെങ്കിൽ കരുണയാണ്, കരുണയല്ലെങ്കിൽ കരുണയല്ല. എന്താണത്? അല്ലാഹു അലം. റഹ്മത്ത് റഹ്മത്താണ്. വർഷം തുടങ്ങാണ്, അടിമക്ക് ആവശ്യം റഹ്മത്താണ്. ഒരു വർഷം കഴിഞ്ഞു, അടിമക്ക് ആവശ്യം, അതും റഹ്മത്താണ്. കഴിഞ്ഞ ദോഷങ്ങളെ പുറത്തേണം. പുതിയ വർഷത്തിൽ റഹ്മത്ത് കിട്ടണം. അതിനാണ് എന്ത് പറയേണ്ടത്? യാ അർഹമർ റഹീമീൻ. ഒരു പ്രാർത്ഥനയുടെ അവസാനം 3 വട്ടം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും. മനസ്സിലായില്ല? ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ പ്രാർത്ഥന അവസാനം എന്ത് പറയാ? യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പദം അള്ളാഹു വലിയ ഇഷ്ടമാണ്. യാ അർഹമർ റഹീമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഭാഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനിയുണ്ട്. പേന മടക്കി വെക്കേണ്ട, എഴുതേണ്ട ആളുകൾക്ക് ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഇനിയുണ്ട്. ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. യാ അർഹമർ റഹീമീൻ ആവർത്തിച്ച് ചൊല്ലുക, രാത്രിയും പകലും. 1000 തവണയൊക്കെ ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ നല്ല കാര്യമാണ്. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് ശരിക്ക് ഇരുന്നിട്ട് ചൊല്ലാൻ ഒരു 30 മിനിറ്റ് ഏറെ വന്നാൽ, ഒരു 25-30 അത്ര മിനിറ്റ് അത്ര വേണ്ടി വരുള്ളൂ. തഹജ്ജുദ് നിസ്കരിച്ച് ഒറ്റ ഇരുന്നിട്ട് അത് ചൊല്ലിയാൽ ഒരു മതിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരി, മൂന്നാമത്തെ കാര്യം, ഈ സമയത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ഈ മുഹറം ആശുറാഇനോട് അനുബന്ധിച്ചിറങ്ങിയ ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ആ ആയത്തിനെ ആവർത്തിച്ച് ചൊല്ലുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഏതാ? ഇസ്ലാം പൂർത്തിയായതിനു ശേഷം ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-നാണ്. പുണ്യ റസൂൽ അന്ന് അറഫയിലാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇസ്ലാം പൂർത്തിയാക്കിയ ആയത്താണ്. അതിറങ്ങിയത് ദുൽഹജ്ജ് 9-നാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് മുഹറം 10-ന് ഇറങ്ങിയ ആയത്ത് കേൾക്കണോ നിങ്ങൾക്ക്? ആ ആയത്ത് ഈ 10 ദിവസം ആവർത്തിക്കുന്നത് നല്ലതാണ്. അറിയോ ഏതാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ 100 വട്ടം. ആശുറാഇന് 1000 വട്ടം. ആശുറാഇന് ഈ ആയത്ത് 1000 തവണ ഓതിയ ആളുകൾക്ക് ആ വർഷം റഹ്മത്തും അള്ളാഹിന്റെ മഗ്ഫിറത്തും ആഫുവും ഉറപ്പിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ലഖദ് ജാഅകും ഏതാ സൂറത്ത്? മുഹറം 10-നോടനുബന്ധിച്ചിറങ്ങിയ ആയത്താണിത്. ഇസ്ലാം പൂർത്തിയായതിനു ശേഷം മുഹറം 10-നോടനുബന്ധിച്ചിറങ്ങിയ ആയത്താണിത്. ഏതാ സൂറത്ത്? തൗബ. അതുകൊണ്ട് ബിസ്മില്ലാ അഊദു ആദ്യത്തെ തവണ മാത്രം ചൊല്ലിയാലും മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം.
ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ആശുറയിന്റെ അന്ന് 1000 വട്ടം. ആ വർഷം ഒരുപാട് ഖൈറുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു ഇൽമിന്റെ വസിയത്താണ്, ഞങ്ങളോട് ഇത് പറഞ്ഞില്ലേ, നിങ്ങൾ സമ്മതിക്ക്, ഞങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ, ഇനി നിങ്ങളെ പറ്റില്ല. ഇത്ര നല്ല നിങ്ങൾ ചിരിക്കും പോലെയല്ല കേട്ടോ സംഗതി. ഇതിന്റെ രഹസ്യം ഞാൻ മുഴുവനാണ് പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോവും. പിന്നെ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഖൈറില്ല, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. മുഹറം 10 എന്ന 1000 തവണ ഒരാൾ ലഖദ് ജാഅകും എന്ന ആയത്ത് പൂർത്തിയാക്കിയാൽ അയാൾക്ക് ആ വർഷം ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഖൈർ അറ്റല്ല. ആ വർഷം അയാൾക്ക് കണ്ണീർ ബാധിക്കുകയില്ല, ആ വർഷം അയാൾക്ക് സിഹർ ബാധിക്കുകയില്ല, ആ വർഷം അയാൾക്ക് ദുർമരണം സംഭവിക്കുകയില്ല. മനസ്സിലായില്ല? അതായത് ഈ ആശുറായിനെ ഈ ആയത്ത് 1000 തവണ ഓടുന്നവർക്ക് ലഭിക്കുന്ന രഹസ്യ വിജ്ഞാനങ്ങളെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോകും. ആ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഖൈറില്ല. നമ്മളൊരു ഖുർആന്റെ പണിയെടുക്കുമ്പോൾ ചില രഹസ്യ വിജ്ഞാനങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് തുറന്നു കിട്ടും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഒന്ന്, ഈ ആയത്ത് ആശുറായിനെ 1000 തവണ ചൊല്ലുന്നവർക്ക് ആ വർഷം കണ്ണീർ ബാധിക്കുകയില്ല. ഇനി കണ്ണീറിനെ പറ്റി എന്താ പുണ്യ നബി പറഞ്ഞത്? അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. യഅതി ബിഹ ശൈത്വാനു വഹസനതു ബിനി ആദം, പിശാച് കണ്ണീർ കൊണ്ടുവരും. മനുഷ്യന്റെ അസൂയയും, അസൂയ ബാധിച്ചാൽ കണ്ണീർ, അസൂയ കൊണ്ട് കണ്ണീർ വരും. പിശാച് വഴിയും കണ്ണീർ വരും. കണ്ണീർ സത്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. തൂസിലുൽ ജമല ഇലൽ ഖദരി വൽ മർഅ ഇലൽ ഖബരി, കണ്ണീർ ബാധിച്ചാൽ ഒട്ടകം ചട്ടിയിലെത്തും, കണ്ണീർ ബാധിച്ചാൽ മനുഷ്യൻ ഖബറിലും എത്തും. ഇനി നിന്റെ ഇഷ്ടം പോലെ മനസ്സിലായിക്കോ. നിങ്ങൾ കളമശ്ശേരിക്കാരും എറണാകുളത്തുകാരുമാണ്, നിങ്ങളെ നാട്ടിലൂടെയാണ് മെട്രോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പരിഷ്കാരമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോട് കണ്ണൂർ എന്നൊന്നും പറഞ്ഞാൽ നിങ്ങളെ തലയെ കയറില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ബാധ്യത അല്ല, എനിക്കൊരു ബാധ്യത ഉണ്ടല്ലോ. നിങ്ങൾ പഴയ നാട്ടുകാരല്ല, ഇപ്പം നിങ്ങൾ ആകാശത്തൂടെ പോകുന്ന തീവണ്ടിയുടെ നാട്ടുകാരാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെയുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാവും. പൈസ പറഞ്ഞത് മെട്രോനും കണ്ണീർ ബാധിച്ചിട്ടുണ്ട്. അതിനി ആരാണ് ഊതിക്കട്ടെ? അള്ളാഹു ആയാലും. എഴുതി വെച്ചോ, കണ്ണ് തുറന്ന് എന്നെ നോക്കിക്കോ. എന്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. ആര് ചോദിച്ചാലും പറഞ്ഞു, ഞാൻ പറഞ്ഞു, തെളിവ് ഞാൻ കാണിച്ചു. ഞങ്ങളെ വാദപ്രകാരത്തിനില്ല, പക്ഷെ ഇത് കാര്യം നേരാണ്. ആശുറാന്റെ ആയത്താണത്. ഏത് ആശുറ? ഈ ആയത്തിറങ്ങി ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ നബി വഫാത്തായി. ഇത് ഖുർആന്റെ ലാസ്റ്റ് ആയത്തുകളിൽ പെട്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനിൽ ഒറ്റ ആയത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ലഖദ് ജാഅകും ഇറങ്ങിയിട്ട് ഒറ്റ ആയത്ത് ഇറങ്ങി. അപ്പോൾ റസൂലുള്ള കട്ടിലിൽ പനി പിടിച്ച് കിടക്കുക. അപ്പോൾ അവസാനത്തെ ആയത്ത് ഇറങ്ങി, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റിനെ തൊട്ടും പറഞ്ഞ ആയത്താണ്. അതിന്റെ മുമ്പ് ഇസ്ലാം പൂർത്തിയായി. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-ന്. ഈ ആയത്തിറങ്ങിയത് മുഹറം 10-ന്. വഫാത്തായത് റബീഉൽ അവ്വൽ 12-ന്. അതിന്റെ തൊട്ട് ദിവസം അവസാനത്തെ ആയത്തിറങ്ങി. അവസാനത്തെ ആയത്തിനെ തൊട്ടുമ്പോഴായത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അസീം. കണ്ണർ എന്തിനും ബാധിക്കും, എന്തിനും ബാധിക്കും, എന്തിനും ബാധിക്കും. ഉറപ്പ്. يا بني لا تدخلوا من باب واحد وادخلوا من ابواب متفرقه. റേഷൻ വാങ്ങാനാണ് പോകുന്നതെങ്കിലും കൊട്ടാരത്തിന്റെ ഒരു വാതിലിലൂടെ കയറരുത്, നിങ്ങൾ വിവിധങ്ങളായ വാതിലിലൂടെ കയറിക്കൊള്ളുക എന്ന് യാക്കൂബ് മക്കളോട് പറഞ്ഞു അലൈഹിസ്സലാം.
യാക്കൂബ് പറഞ്ഞു മക്കളോട്, മക്കളെ റേഷൻ വാങ്ങാനാണ് പോകുന്നതെങ്കിലും ദരിദ്രന്മാരായിട്ടാണ് പോകുന്നതെങ്കിലും ഒരു വാതിലൂടെ നിങ്ങൾ 10 ആളും കയറി ചെല്ലരുത്. എന്തുകൊണ്ട്? കാനു മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി വഅബ്നാഇ റജുലിൻ വാഹിദിൻ. സമ്പൂർണനായ ഒരു മഹാമനുഷ്യന്റെ സമ്പൂർണരായ 10 മക്കളാണ്. ഇവരെ ഇങ്ങനെ കണ്ടാൽ മനുഷ്യൻ നോക്കി നിന്ന് പോകും. അത്രയും കൊതിപ്പുണ്ട്, ആകാര വടിവൊത്ത, ആകാര സൗഷ്ഠവ, കലാഭംഗിയുള്ള, കലാചാരുതയുള്ള ശരീരമാണ് അവർക്ക്. അതുകൊണ്ട് മക്കളെ, കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു വാതിലൂടെ കയറരുത്, നിങ്ങൾ പല വാതിലൂടെ കയറണമെന്ന് യാക്കൂബ് പറഞ്ഞു എന്ന് സൂറത്ത് യൂസുഫിൽ ഉണ്ട്. നോക്ക്, എന്റെ ആയത്തിന്റെ വ്യാഖ്യാനം ഫഇന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഫഇന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം. ഇവർക്ക് കണ്ണേറ് പറ്റുമോ എന്ന് യാക്കൂബ് പേടിച്ചു. അതുകൊണ്ടാണ് യാക്കൂബ് അങ്ങനെ പറഞ്ഞത് അലൈഹിസ്സലാം. തൂസിലുൽ ജമല ഇലൽ ഖദരി. കണ്ണേറ് ബാധിച്ചാൽ ഒട്ടകം ചട്ടിയിലെത്തും. വൽ മർഅ ഇലൽ ഖബരി. കണ്ണേറ് ബാധിച്ചാൽ മനുഷ്യൻ ഖബറിലും എത്തും എന്ന് പുണ്യ റസൂൽ. ബഹുമാനപ്പെട്ട സിഹറും അങ്ങനെ തന്നെയാണ്. സിഹർ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഈ ആയത്ത് ഓടുന്ന ആളുകൾക്ക് സിഹറും ഉണ്ടാവുകയില്ല. സിഹറും അങ്ങനെ തന്നെയാണ്. സിഹറിനെ പറ്റി പറയണ്ടല്ലോ. കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് എന്ത്? സിഹർ. ഇസ്ലാമിൽ 7 വൻദോഷങ്ങളാണ്. ഒന്നാമത്തത് ഷിർക്ക്, 2 സിഹർ, 3 കൊലപാതകം, 4 പലിശ തിന്നൽ, 5 യത്തീമിന്റെ മുതൽ തിന്നൽ, 1 ഷിർക്ക്. പറ 1 ഷിർക്ക്, 2 കൂടോത്രം സിഹർ, മരണം, 3 കൊലപാതകം. അപ്പോൾ കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് എന്ത്? സിഹർ. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? കൊലപാതകം കൊണ്ടുണ്ടാകുന്ന നാശത്തെക്കാൾ വലിയ നാശം സിഹർ കൊണ്ടുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ ഒരു പരിഹാരം? ഒരു പരിഹാരം ഈ ആയത്തിൽ പരിഹാരമാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ആയത്ത് ആശുറാ ദിവസത്തിൽ, ആശുറാ ദിവസം എന്ന് പറഞ്ഞാൽ 9-ന് അസ്തമിച്ച് മഗ്‌രിബ് മുതൽ ആശുറാന്റെ 10ന്റെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഇടസമയം 24 മണിക്കൂർ. മനസ്സിലായില്ല? എപ്പോൾ മുതൽ എപ്പോൾ വരെ? അതായത് 9ന്റെ മഗ്‌രിബ് മുതൽ 10ന്റെ മഗ്‌രിബ് വരെയുള്ള ആ 24 മണിക്കൂറിനിടയിൽ ചൊല്ലി തീർത്താൽ മതി. ഒറ്റ ഇരിപ്പിൽ ചെല്ലണം, അങ്ങനെയൊന്നുമില്ല. ചൊല്ലി തീർക്കുക. ആ വർഷം റഹ്മത്തിന് വേണ്ടി അള്ളാഹുവോട് യാചിക്കുകയും ചെയ്യുക. ഓതുന്നതിനിടയിൽ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു റഹ്മത്തിനെ തരട്ടെ, മുസീബത്ത് അള്ളാഹു ഒഴിവാക്കി തരട്ടെ. ആ വർഷം അവന് സൂഉൽ ഖാത്തിമ ഉണ്ടാവുകയില്ല, ദുർമരണം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു, മനസ്സിലായോ നിങ്ങൾക്ക്? ദുർമരണത്തെ ഭയപ്പെടണം. അള്ളാഹു ദുർമരണത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു ദുർമരണത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു മനസ്സ് തുറന്നാമീൻ പറ, മനസ്സ് തുറന്നാമീൻ പറ. ദുർമരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹ് ദുർമരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹ് ദുർമരണം ഉണ്ടാകരുതേ. അള്ളാഹ് ദുർമരണം ഉണ്ടാകരുതേ. അള്ളാഹ് ദുർമരണം ഉണ്ടാകരുതേ. അള്ളാഹ് മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് പോലും ഷക്കുള്ള സീസണും മരണം ഞങ്ങൾക്ക് വരാതെ നീ കാക്കണമേ. അള്ളാഹ് മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ വിഷമമുണ്ടാവും. ഇയാൾക്ക് എന്തിനാ മയ്യത്ത് നിസ്കരിക്കുന്നത്? ആ അവസ്ഥയെ തൊട്ട് അള്ളാഹുവേ ഞങ്ങളെ കാക്കണമേ റബ്ബേ. മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് മനസ്സിൽ സന്തോഷമുള്ള, മനസ്സിൽ പടച്ചോനെ ഇയാൾക്ക് പൊറുത്തിട്ടണല്ലോ എന്ന് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണമേ പടച്ചോനെ. ഈ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഞങ്ങളെ ദോഷം പോലും പുറത്തു കിട്ടുമെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലുള്ളൊരു മയ്യത്ത് നിസ്കാരം ഞങ്ങൾക്ക് കിട്ടണമേ പടച്ചോനെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഈ ആയത്ത് 1000 തവണ ആശുറായിൽ ഓടുന്ന ആളുകൾക്ക് ആ വർഷം ദുർമരണം ഉണ്ടാവുകയില്ല. ഈ ആയത്തിന്റെ പ്രത്യേകതയാണ് സുബഹി നിസ്കരിച്ച് 7 തവണ ഈ ആയത്ത് ഓതിയാൽ ആ ദിവസം അയാൾക്ക് മരണം ഉണ്ടാവില്ല. അപ്പൊ മരിക്കണമെന്നോ മറന്നു പോകും. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടാ? സുബഹി നിസ്കരിച്ച് ആയത്ത് 7 വട്ടം ഓതിയാൽ ആ ദിവസം മരണം ഉണ്ടാവില്ല. ഉറപ്പ്. അടുത്ത സുബഹിക്കടയിൽ മരണം ഉണ്ടാവില്ല. ഉറപ്പ്. സംശയിക്കണ്ട. ഈ ആയത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ പ്രത്യേകത പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് പറഞ്ഞാലല്ലേ നന്ദി പൂർത്തിയാവുള്ളൂ. ഇല്ലാന്ന് പറയും. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പറയും, ഇല്ലാന്ന് പറയും, അപ്പോഴല്ലേ നന്ദി പൂർത്തിയാവുക. പറയും. അല്ലാഹ് ഓർമ്മയില്ല. എന്താ വർത്തമാനം, എന്താ വാക്ക്. ഈ ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലത്തെ കയ്യിൽ ശിരസിൽ വെച്ചിട്ട് 1 തവണ ഓതിയാൽ ആ യാത്രയിൽ അപകടം ഉണ്ടാവില്ല.
ഒരുപാട് ഫضലാണ്, ഒരുപാട്. ഈ ആയത്ത് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് 99 തവണ ഓതിയാൽ ആ ആഴ്ച ഹറാമായ ഭക്ഷണം വയറ്റിലെത്തുകയില്ല. വല്ലാത്ത ഫضലാണ്, വല്ലാത്ത ഫضലാണ്.